ഹലോ അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോസാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. എന്താണെങ്കിലും പോകുന്ന വഴിയൊക്കെ നല്ല കാഴ്ചയുള്ളത് തന്നെയായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും കൃഷികളും കാര്യങ്ങളും തെങ്ങും തോപ്പ്, നെൽപ്പാടങ്ങൾ, പുളിത്തോട്ടങ്ങൾ, വാഴത്തോട്ടങ്ങൾ, അങ്ങനെയുള്ള ഒട്ടനവധി കൃഷിത്തോട്ടങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. കാണാൻ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പക്ഷേ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സുഖമില്ലാത്തതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടോ നെൽപ്പാടങ്ങളൊക്കെ. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ കോഫി കുടിക്കാൻ ഇറങ്ങി കേട്ടോ. കോഫി കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ദുർഗ കോഫി എന്ന് പറഞ്ഞൊരു, അതായത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല അടിപൊളി കോഫിയായിരുന്നു കേട്ടോ. അപ്പം എന്താ അവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല ഭംഗി തോന്നുകയും ചെയ്തു കേട്ടോ. ആ ചെടികളൊക്കെ വെക്കണ കറക്റ്റ് അടുക്കും ചിട്ടയോടും കൂടി നല്ല ഭംഗിക്ക് രാവിലെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല നനച്ച് നിർത്തി വെച്ചേക്കാണ് കേട്ടോ. അപ്പം എന്താ കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. തൂക്കിയൊക്കെ വെച്ചേക്കുന്നത് ആ ചെടികളൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ. പിന്നെ ഇവിടുത്തെ പ്രത്യേക ഒരു കാഴ്ചയെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നമ്മൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും കഴിക്കുമ്പോൾ റോഡിൻ്റെ എതിർ സൈഡിൽ നല്ല നെൽപ്പാടങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇത്രയും ഭംഗി തോന്നി കേട്ടോ. അപ്പോഴത്തേക്ക് വൈകിട്ട് അപ്പോൾ വെയിലൊക്കെ ആറിക്കഴിഞ്ഞുള്ള അവിടെ പോയി ഇരിക്കാനും ആ കാഴ്ചയൊക്കെ കാണാൻ എന്ത് നല്ല ഭംഗിയായിരിക്കും കണ്ടില്ലേ. റോഡിൻ്റെ അപ്പുറ സൈഡിലാണ് കേട്ടോ. തിരിച്ചും നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ടൗണിലേക്ക് കയറിയപ്പം ഇന്ന് അവിടുത്തെ ഒരു അമ്പലത്തിൽ എന്തോ പ്രത്യേക ദിവസമായിരുന്നു കേട്ടോ. വഴി ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. തലവേദന എടുത്തിട്ടാണ് എനിക്ക് ഒരു രക്ഷയില്ല. ഈ സൗണ്ടും കാര്യങ്ങളെല്ലാം കേട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് തലവേദന എടുക്കാനും തുടങ്ങി. നല്ല തലവേദനയെന്ന് പറഞ്ഞാൽ നല്ല തലവേദനയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എടുക്കാവുന്ന രീതിയിൽ ഞാൻ കുറച്ചൊരു വീഡിയോ എടുത്തെടുത്താണ്. അവിടെ എന്തോ വലിയ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അവിടെ. അമ്പലത്തിൻ്റെ ഏറ്റവും മണ്ടയ്ക്കൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും എടുക്കാനൊക്കെ. കണ്ടില്ലേ, ഏറ്റവും മണ്ടയ്ക്കാണ് ആൾക്കൂട്ടങ്ങൾ. പിന്നെ അതിൻ്റെ താഴെ പോലീസ് ഉൾപ്പെടെ കാവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇതുകൊണ്ടല്ലേ പോലീസും കാര്യങ്ങളൊക്കെ കാവലുണ്ട്. വണ്ടികളാണെങ്കിൽ എതിർ സൈഡ് നിറച്ചും ബ്ലോക്കാണ്, ഈ സൈഡും ബ്ലോക്കാണ്. തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു കേട്ടോ. നല്ല ഒന്നാന്തരം ചൂടും. ഇതിനിപ്പോൾ രാവിലത്തെക്കാട്ടിലും 10 ഇരട്ടി ബ്ലോക്കായിപ്പോയി തിരിച്ചു വന്നപ്പം. ഇതുകൊണ്ട് വീഡിയോ എടുക്കുന്നു, അതിൻ്റെ ചടങ്ങും കാര്യങ്ങളെല്ലാം എടുക്കുന്നു അതിൻ്റെ മുകളിൽ വെച്ചാണ് കേട്ടോ. അത് കഴിഞ്ഞുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നാളെ രാവിലെ വീണ്ടും നമുക്ക് 8 മണിയാകുമ്പോൾ അവിടെ ചെല്ലാനുണ്ട് കേട്ടോ. 2-3 സ്കാനിങ്ങും കാര്യങ്ങളുണ്ട്. തലയ്ക്ക് MRI സ്കാനിങ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങിയതിന് ശേഷം നമ്മൾ നോമ്പ് തുറക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാൻ പോകും. സുഖമില്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും റെഡിയാക്കുന്നില്ല. ഒരു സ്നാക്സ് മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഏത്തയ്ക്ക പുഴുങ്ങാൻ അടുപ്പി വെച്ചു കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ തിരുമ്മിയെടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് അരോചിതമായി തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ മനഃപൂർവ്വം അത് പറയുന്നതല്ല. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വോയിസ് വിടുവാണെങ്കിൽ കേട്ടോ കേട്ടോ എന്ന് വരുമല്ലോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നതുകൊണ്ടാണ് ഈ ഇട്ടോ എന്നുള്ള ഇത് വരുന്നത് കേട്ടോ. കണ്ടോ, ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം തിരുമ്മിയെടുത്തു. പിന്നെ അതിലേക്ക് ചെറിയ ജീരകവും 2-3 ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തപ്പം വലിയ ജീരകമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മാറ്റി ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. ഒരു 2-3 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ തിരുമ്മി വെച്ച തേങ്ങയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, നമ്മൾക്ക് പുതിയതായി വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ഏലക്കയും ജീരകമൊക്കെ പൊടിച്ച് ചേർത്തു. പിന്നെ നമ്മൾ ഏലക്കയും ജീരകം പൊടിച്ച് ജാറില്ല, അത് ഇപ്പം കഴുകേണ്ട ആവശ്യമില്ല. ഞാനതെടുത്ത് മിക്സിയിൽ തന്നെ വെച്ച്. ഇനിയിപ്പോൾ നമുക്ക് ഏത്തയ്ക്ക റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. മാക്സിമം ഞാൻ ഇട്ടോ ഇല്ലാതെ ആണ് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ.
അത് പറഞ്ഞ് അത് അങ്ങനെ ആയിപ്പോവാണ്. അല്ലാതെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമ്മൾ വർത്തമാനം പറയുന്നെങ്കിൽ ഇട്ടോ ആകുകയല്ല. നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് കയറ്റുമ്പോൾ നമ്മൾ അങ്ങനെ ആയി പോകുന്നതാണ്. കണ്ണൊക്കെ ചൊറിയുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ യാത്ര ഇതെല്ലാം കൂടെ പാകപ്പാട് ബുദ്ധിമുട്ടായിട്ടിരിക്കുക. ഇപ്പോൾ ചെറിയ ജലദോഷം അടിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിനെ ഇനിയും പോകണം കേട്ടോ. രാവിലെ 8 മണിക്കാണ് സ്കാനിങ്. 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ബില്ലടച്ച് റെസിപ്റ്റൊക്കെ മേടിച്ച് നമ്മൾ സ്കാനിങ്ങിന് കയറണം. അപ്പോൾ രാവിലെ തന്നെ പോകണം. അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഒരു 3-4 മണിക്കൂറുള്ള യാത്രയുണ്ട്. അപ്പോൾ വെളുപ്പിനെ പോയാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചെല്ലാൻ പറ്റുള്ളൂ കേട്ടോ. എന്തിൻ്റെ സ്കാനിങ്, എന്താണ് അസുഖം, ഇതെല്ലാം നമുക്ക് പിന്നീട് പറയാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മൾ ഏത്തക്കയൊക്കെ നമ്മൾ സ്പൂണിൻ്റെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഉടച്ചെടുക്കാൻ ഇത് കിട്ടേണ്ട ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി കേട്ടോ. ഞാൻ സ്പൂൺ കൊണ്ട് തന്നെയാണ് എല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. ഇതുപോലെ നല്ല രീതിയിൽ നല്ല വെന്ത പഴവുമായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ഒന്ന് ഉടച്ച് എടുത്താൽ മതി. അതിനുശേഷം ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചിട്ട് കുറേശ്ശെ അരിപ്പൊടിയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വേറെ ചേരുവയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരല്പം ഉപ്പ് ചേർത്താൽ നല്ലതാണ് കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അതായത് മധുരം ഓവറായിട്ട് വേണ്ട, ഒരു ബാലൻസിൽ മതിയെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ അരിപ്പൊടിയും നമ്മുടെ ഏത്തക്ക പുഴുങ്ങിയതും കൂടെ നന്നായിട്ട് ഇതാ മിക്സ് ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ടൊന്നും റെഡിയാകുന്നില്ല കേട്ടോ. നമുക്ക് കൈ കൊണ്ടേ മാത്രമേ പറ്റുള്ളൂ. ഇതാ കൈ കൊണ്ട് നല്ല റെഡിക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ രീതിയിൽ തന്നെ നമ്മൾ ഏത്തക്ക പഴം ഇങ്ങനെ എടുക്കും. കയ്യിലൊന്നും ഒരു ഇതാകില്ല, അതുപോലെ ഒട്ടാതെ വേണം എടുക്കാൻ. അതിന് ശേഷം ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ എടുത്ത് കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് നമുക്കിതൊന്ന് ഷേപ്പിലെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്താ ചുമ്മാ പരത്തിയിട്ട് അതിൻ്റെ നടുവിലേക്ക് ഈ സാധനം വെച്ചിട്ട് ചുമ്മാ നമ്മുടെ ചെറിയ പഴമില്ലേ, പഴത്തിൻ്റെ ഒരു ഷേപ്പിൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണോ പഴത്തിൻ്റെ ഷേപ്പ് എന്നൊന്നും വിചാരിക്കല്ലേ. നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തേങ്ങ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുക. കണ്ണങ്ങ് ചൊറിഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. 2 കണ്ണ് മാറി മാറി ചൊറിയാണ്. ജലദോഷം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ രാവിലെ കുളിച്ച് വെടുതിയിൽ മുടിയെല്ലാം കൂടെ ചുറ്റിക്കെട്ടി വെച്ചിട്ട് നമ്മൾ തലത്തുണി ഇട്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചുറ്റിക്കെട്ടി വെച്ചപ്പോൾ ഈ വെള്ളമെല്ലാം കൂടെ നീർക്കെട്ട് പോലെ ഇറങ്ങിയിട്ട് ചൂടും കൂടെയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടത്തെക്കാട്ടിലും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് ചെന്നപ്പോൾ എന്താണെന്താ ഇതുപോലെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ആദ്യം എടുത്തത് ഇച്ചിരി വലുതായിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞെടുക്കുന്നതെല്ലാം ഒരല്പം ചെറുതാക്കി തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. മാക്സിമം ഞാൻ ഇട്ടോ പറയാതെയാണ് കേട്ടോ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ഞാൻ പിന്നെയും പറയുന്നത് മനഃപൂർവ്വം പറയുന്നതല്ല. അത് ഇനിയുള്ള വീഡിയോയിലൊക്കെ മാക്സിമം നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മൈക്കില്ല, നമുക്കൊരു മൈക്ക് മേടിക്കണം. പിന്നെ ഇവിടെ വെട്ടത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഇനി അത് ബൾബൊക്കെ ഒന്ന് മാറിയിട്ട് പിന്നെ ഈ മക്കളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വേറെ കയറി വരും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ വോയിസ് വീഡിയോസ് എടുത്തു കഴിഞ്ഞിട്ട് വോയിസ് കയറ്റുന്നത് കേട്ടോ. അല്ലാതെ ഒന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് കുഞ്ഞത് പറഞ്ഞു പാടുന്നത്. എന്നാൽ പഴത്തിൻ്റെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പഴത്തിൻ്റെ ഷേപ്പൊന്നും ആയിട്ടില്ല കേട്ടോ. എല്ലാം വലുതും ചെറുതും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. എന്തായാലും നമുക്ക് റെഡിയാക്കി. ഇനി നമുക്ക് എണ്ണയിലിട്ട് നിന്ന് ഓരോന്നൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടാകുന്നിടം വരെ തീ കൂട്ടിയിടുക. അതിന് ശേഷം ചൂടായി കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ഒന്ന് മൂപ്പിച്ച് തിരിച്ചും മറിച്ചും മൂപ്പിച്ചിട്ട് എടുക്കാൻ. ഇല്ലെങ്കിലുണ്ടല്ലോ അരിപ്പൊടി വേവുകയല്ല. എന്ന് വെച്ചാൽ പഴം വേവിച്ചതാണെങ്കിലും അരിപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ. അരിപ്പൊടി ഒന്ന് നന്നായിട്ട് വേവണമെങ്കിൽ തീ കുറച്ച് തന്നെ ഇട്ട് തിരിച്ചും മറിച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു രക്ഷയില്ല. കണ്ണൊന്ന് ചൊറി. എനിക്ക് വോയിസ് വിടാൻ പോലും പറ്റുന്നുണ്ട്. അതുപോലെ കണ്ണ് ചൊറിയുന്നു.
നല്ല രീതിയിൽ മുതൽ അതിൽ ഒരെണ്ണം മാത്രം ഒന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഉരുട്ടുമ്പോൾ ഉണ്ടല്ലോ സൈഡ് പൊട്ടിപ്പോയി കേട്ടോ. എന്നാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ഒന്ന് അധികം എണ്ണയിലൊന്നും ആയിട്ടില്ല, ഒരെണ്ണം മാത്രം ഇതായിപ്പോയി കേട്ടോ. നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടല്ലേ ഒരെണ്ണം മാത്രം എൻ്റെ ഇത് സൈഡ് വിട്ടുപോയി, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് പറയാതിരിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത് ആദ്യം എടുത്തതിനേക്കാളും ഇച്ചിരിയും കൂടെ ഒന്ന് മൂപ്പിച്ചാണ് രണ്ടാമത്തെ നമ്മൾ എടുത്തത്. മക്കൾക്കും എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു എന്നാ പറയുന്നത്, നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു വേറൊരു ടേസ്റ്റായിരുന്നു കഴിച്ചപ്പം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരുപാടൊന്നും നീട്ടുന്നില്ല, ഒരുപാട് വോയിസൊന്നും വിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ എന്താ ആദ്യം ആ വിണ്ടു പോയത് തന്നെ നമ്മുടെ അടുത്തുനിന്ന് നോക്കി കേട്ടോ. എന്നിട്ട് അതൊന്ന് തിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ഈ ഏലക്കയുടെയും ജീരകവും തേങ്ങയും എല്ലാം കൂടെ ഈ പഴമൊക്കെ കൂട്ടി കഴിക്കുന്നതിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊന്നും കൂടെ ഒന്ന് എടുത്ത് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നമുക്ക് മുറിക്കുമ്പോൾ തന്നെ കേട്ടോ എണ്ണയൊന്നും പിടിക്കത്തൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഈ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ശർക്കരയെക്കാളിലും ടേസ്റ്റ് പഞ്ചസാര തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത്തക്കായും തേങ്ങയും പഞ്ചസാരയും കൊണ്ട് നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മൾ ആശുപത്രി പോയതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നാളെയും കൂടെ പോയിട്ട് വന്നിട്ട് ബാക്കി വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മളിടുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും കമൻറ്റ് ഇതൊക്കെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.